Maybe I think people in the film industry, especially actors, we are blessed. Kamal sir, he eats cinema, he breathes cinema, he inhales and exhales cinema. ആരും തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ റൂമുകളിൽ കൂടെ ഒന്നും സഞ്ചരിക്കാറില്ല, എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ക്രീപ്പി ഫീലിംഗ് അവിടെ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. നമുക്ക് പണ്ട് കാലത്ത് ഒരു 25-30 വർഷം മുൻപ് അമ്മ ആരെങ്കിലും മരിച്ചു പോയെങ്കിലോ അയ്യോ അഴുത് ഇവിടെ അടിച്ച് അഴുവല്ലേ. ഇപ്പൊ ഏത് ഫിലിമിൽ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ തന്നെ ഒരു ഇൻസെക്യൂർ ഫീലിംഗിലായിപ്പോയി. കാരണം എന്തോ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. കാരണം ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം പോയിട്ട് പിന്നെ കുറച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പോകാനുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കാന്നുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു മൂഡിലേക്ക് ആ വീട് മാറുകയാണ്. എനിക്കറിയാം, എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നാ കരിയർ ആണെങ്കിൽ പോലും അത് കാരണം ഇങ്ങനെ ജാഡായു ആയിട്ട് ഇനി ഒന്നും പഠിക്കാനില്ലെന്ന് ആ ഒരു മൈൻഡ് സെറ്റ് കൊള്ളുമല്ലോ. സോ ലൈക്ക് ഇങ്ങനത്തെ ഒരു ഓൾവേസ് ഇവോൾവിംഗ്, ഓൾവേസ് ലേണിംഗ്, ദർ ഇസ് ഓൾവേസ് സംതിങ് ന്യൂ ടു ലേൺ. അതൊരു ഭയങ്കര ഒരു impressive mindset ആണ്. And it's obvious on set too when he, like you said, he shows up on time, like maybe even early. And so devoted. നമസ്കാരം. ഇന്ന് നമുക്കൊപ്പം ദ പ്രൊട്ടക്ടർ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ഡയറക്ടർ GM മനു, ആക്ട്രസ് ഡയാന, ആക്ടർ തലൈവാസൽ വിജയ് ആൻഡ് പ്രൊഡ്യൂസർ റോബിൻസ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സോ ദ പ്രൊട്ടക്ടറിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആരാണ് ഇതിലെ പ്രൊട്ടക്ടർ, ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? Protector, it is not a matter of disclosing who is the protector, but there is a protector. Okay. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഇത് മൂവി കൂടെ അത് വെളിപ്പെടുത്താനാവും എന്നുള്ളതാണ്. പക്ഷേ ഇറ്റ്സ് എ ഹൊറർ ജോണറിലുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അത് ആ ഒരു ഈവൻ കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മളത് മേക്ക് ചെയ്തിട്ടുള്ളൂ. ഓവർ ഹൊറർ കൊടുത്തിട്ടില്ല. ഷൈൻ ടോം ചാക്കോയും പറഞ്ഞ പോലെ വിജയ് സാറ്, മുട്ടരാജേന്ദ്രൻ സാറ്, പിന്നെ ഓൾറെഡി സുധീർ കരമന സാറിൻ്റെ മണിക്കൂട്ടനുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ദ ഓഡിയൻസ് കം ആൻഡ് സീ ഹു ഈസ് ദ പ്രൊട്ടക്ടർ. Okay. How did you two get on board to this movie? ഞാൻ വന്നത് പ്രൊഡക്ഷൻ മാനേജർ ഷാജി ഉണ്ടല്ലേ, ഷാജി പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി. He called me and said there is this character, interesting character. I liked it. That's how I came into the movie. Okay. Diana? I mean, same answer basically. I really like the script. I like the story. The nostalgia, പഴയ സ്റ്റൈൽ രീതിയിലുള്ള ഒരു നാട്ടിലത്തെ ഒരു കഥ. ഈ ഹോളിവുഡിലത്തെ സിനിമയെല്ലാം കണ്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഈ ഒരു മലയാളം മൂവിയിലേക്ക് എൻട്രി കിട്ടിയത്? എൻട്രി കിട്ടിയതെന്ന് പറയുമ്പം ചാൻസ് വന്നതോ? ഇങ്ങനത്തെ പറഞ്ഞു കേട്ടിട്ട് അങ്ങനത്തെ ഓഡിഷൻ അങ്ങനെ നേരിട്ട് ഇവിടെ വരാനൊന്നും സമയമില്ലല്ലോ. അതുകൊണ്ട് വീഡിയോ ആയിട്ട് ഓഡിഷൻ ചെയ്തത്. അങ്ങനത്തെ ഒരു വീഡിയോ ഡയറക്ടർ സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഓക്കെ സർ, ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ സാറിന് ഉണ്ടായ ഒരു റീസൺ എന്താണ്? ഈ മൂവി ഈ ജോണറിലൊരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഇതിലൊന്നും അല്ല ഞാൻ വന്നത്. പക്ഷേ പല കഥകളിൽ കൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പം നമുക്ക് പ്രധാനമായിട്ടും ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു മൂവി എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു തുടക്കക്കാരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ തുടക്കമല്ല ഇനി മുമ്പോട്ട് പോയാലും എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റണം. അത് കുടുംബം അടച്ച് കാണണം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ, അതായത് ഈ ഹിഡൻ അജണ്ട ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ അവരെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യാത്ത തരത്തിലുള്ള ഒന്ന്. അതുപോലെ തന്നെ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഈ വിവാദം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ചില സിനിമകളൊക്കെ. ഞാൻ അത് വേറെ ഒന്നും എടുത്ത് പറയുന്നില്ല. നമ്മൾ ചില സിനിമകൾ കാണുമല്ലോ. അപ്പോൾ ഒരു മതത്തിനെ പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു മതത്തിനെ ഇകഴ്ത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ തമ്മിലടിച്ച് കുറച്ച് വിവാദം ഉണ്ടായി കഴിയുമ്പോൾ ആളുകൾ അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മൾക്ക് ഒരു സിനിമയെ സിനിമയായിട്ട് കണ്ട് ഇതൊരു കലയാണ്. അപ്പോൾ ആ കലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അതിനകത്ത് നമുക്കിപ്പോൾ സൂപ്പർ സ്റ്റാറിനെയൊക്കെ വെച്ച് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ആളെ വെച്ച് നമുക്ക് സാധാരണ ആളുകൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണുക, അതിലെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന. അപ്പം ഡയറക്ടർ സാർ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഈ ഒരു ഹൊറർ ജോണർ ആണെങ്കിൽ പോലും ഇതിനകത്ത് വല്ലാതൊരു ഭീതിപ്പെടുത്തുന്ന അതൊക്കെ മാറ്റി കുറച്ചുകൂടെ നമുക്ക് ഒരു 2 മണിക്കൂർ നേരം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു, അതിനകത്ത് ഈ പറഞ്ഞ പോലെ യാതൊരുവിധ നമ്മളിതിനകത്ത് ഒന്നും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു കലാരൂപത്തെ ഒരു നല്ലൊരു ദൃശ്യകാവ്യം, അതായത് ആളുകൾക്ക് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചതിനകത്ത് എനിക്ക് ഓഫർ ചെയ്യാൻ വലിയ മായാജാലങ്ങളൊന്നുമില്ല. ഒരു 2 മണിക്കൂർ നേരം അത്യാവശ്യം കണ്ടിട്ട് കുഴപ്പമില്ല, നമുക്കൊരു
എല്ലാവർക്കും ഒരു സന്തോഷകരമായി വീട്ടിൽ പോകാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അല്പം എന്തൊക്കെയോ ചിന്തിക്കാനും എന്നാൽ എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് അല്പം ഭീതി ഉണ്ടാകാം അല്ല അതൊക്കെ അത് നമ്മൾ കണ്ടു നോക്കുമ്പോൾ ബാക്കി മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ജോണർ എനിക്ക് ഇഷ്ടപ്പെട്ടതും. ഇത് പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ വായിച്ച് ഇതിനേക്കാൾ നല്ല സ്ക്രിപ്റ്റുകളൊക്കെ വായിച്ചായിരുന്നു. പക്ഷെ അതിനകത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ആളുകളെ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് ആളുകളെ ഈ പുകഴ്ത്തുന്നുണ്ട്, ചിലപ്പം ചില പ്രീണിപ്പിക്കലുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ആണ് ഇങ്ങനെ ഒരു ഹൊററിലേക്കും ഈ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പം എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് കാണാം എന്നുള്ള ആ ഒരു ലൈനിലേക്ക് അങ്ങനെ ഒരു ചൂസ് ചെയ്തത്. Okay. Sir, how do you keep your performance fresh even after this 350 plus movies? Otherwise, I will not get food to eat. No, this is my job, and it's a never changing scenarios. I think for the last 2-3 generations, I am here. Yeah. I have to update myself, and I have to, give my best. That's how, I mean, like, I watch movies, I read a lot of books, I travel a lot. Travel teaches you more than anything else. You observe different characters, and I'll take a note of it, keep it somewhere down the line. When I see I have to character chain a mingle, I'll take probably refresh. Even now, you take notes and Yeah. Why? What do you mean by even now? because you are a veteran actor. You have No. Veteran actor doesn't mean that they know everything. No one knows 100%. I know 99%. 1% I don't know. That 1% you might know. Yeah. Okay, I will know through you. Yes. So no one is 100%. No one, कोई भी नहीं बोल सकता कि 100% they know everything. No way. Maybe this ഈ ഒരു സിംപ്ലിസിറ്റി ആയിരിക്കും സാറിനെ. സിംപ്ലിസിറ്റി അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ടൈമുക്ക് നമുക്ക് കറക്റ്റാ ചെയ്തിട്ട് പോയെങ്കിൽ the longevity will be there. I'm sincere to my work. I normally don't come late. You can ask anyone. In my 32 years, I think I've never gone to any shooting late. Maybe that helps a little, but your performance and your attitude towards the film, towards the work you do, that is more important. And of course, the characters you get. മുളയപ്പം നമുക്കൊരു പടം ചെയ്തെങ്കിൽ ആ പടത്തിൽ നല്ല ക്യാരക്ടർ കിട്ടും, നന്നായിട്ട് അഭിനയിച്ചിട്ടിരിക്കും. പക്ഷെ പിക്ചർ ഓടിയിട്ടെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ്. So it's a collective effort of the director, producer, co-actors, music director, cinematography and everything. ഇതെല്ലാം ഒരുമിച്ച് വന്ന് പടം നന്നായിട്ട് പോകണം. ആ ഓടുന്ന പടത്തിലെ എന്റെ ക്യാരക്ടർ ഫുള്ളായിട്ട് ഇരിക്കണം. എഡിറ്റിംഗില് കട്ടായി പോയെങ്കിൽ പോയി. ആൻഡ് ആ ക്യാരക്ടർ ദ പബ്ലിക് ഷുഡ് റിമെമ്പർ ഇൻ മൈൻഡ്. ഇത്ര കാര്യമുണ്ട്. സോ മേ ബി ഐ തിങ്ക് പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി, എസ്പെഷ്യലി ആക്ടേഴ്സ്, വി ആർ ബ്ലെസ്ഡ്. എന്നെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് റോഡിൽ പോകുമ്പോൾ എത്രയോ ആൾക്കാർ പോയൊന്നുണ്ടല്ലേ, എത്രയോ പ്രശ്നങ്ങൾ, പിന്നെ EMI കട്ടണം, പിന്നെ അവിടെ പ്രശ്നം, വാട്ടർ പ്രോബ്ലം, ആ പ്രോബ്ലം, ഇത്ര പ്രോബ്ലം വെച്ചിട്ട് നടന്നിട്ട് പോയിട്ട് ഇരിக்கிற ഓഡിയൻസ് നമ്മൾ കാണുമ്പോൾ തലവാസൽ വിജയ്, അപ്പോ ഹൗ സ്പെഷ്യൽ യു ആർ. So being in film industry, we are all blessed, and being an actor, I am more blessed. Yeah, okay. How was working with him? Oh, I was going to say, നമ്മൾ ഒരുമിച്ചുള്ള സീൻസ് അത്രയും വളരെ കുറവാണ്. 1-2 സീൻ കണ്ടേ ഉള്ളൂ. പക്ഷേ സീൻ ഇല്ലെങ്കിൽ പോലും ഞാൻ രാവിലെ വന്ന് സാറിന്റെ എങ്ങനെയാ സെറ്റിലുള്ള ആ basically the whole experience കാണാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ദിവസം വന്നായിരുന്നു. And this kind of perspective, I think it's so amazing. And not only as an actor, but as a person, to be always learning and evolving. Yeah. Like that's the most important thing. എനിക്കറിയാം, എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നാ കരിയർ ആണെങ്കിൽ പോലും അത് കാരണം ഇങ്ങനെ ജാഡായു ആയിട്ട് ഇനി ഒന്നും പഠിക്കാനില്ലെന്ന് ആ ഒരു മൈൻഡ് സെറ്റ് കൊള്ളുമല്ലോ. സോ ലൈക്ക് ഇങ്ങനത്തെ ഒരു ഓൾവേസ് ഇവോൾവിംഗ്, ഓൾവേസ് ലേണിംഗ്, there's always something new to learn. അതൊരു ഭയങ്കര ഒരു impressive mindset ആണ്. And it's obvious on set too, when he, like you said, he shows up on time, like maybe even early, and so devoted. There is a saying, I don't know, I think, I can't recollect who told it. No, it's a very beautiful saying. It applies to everyone. When was the last time you did it for the first time? Try something new. Yeah. Life will be beautiful. The journey is beautiful. I read it somewhere. Comfort zone. Try something new every day, yeah. നമ്മൾ എല്ലാവരും ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. Comfort zone is a very dangerous situation. No, exactly. അങ്ങനെ എല്ലാവരും കംഫർട്ട് സോണിൽ ഇരുന്നാൽ ഒരിക്കലും ഒരു progress You gotta get out of it. Yeah.
എവിടെയെങ്കിലും എത്തണമെങ്കിൽ നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി റിസ്ക് എടുക്കണം. അതെ. സാറ് സെറ്റിലുള്ളത് എത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നു സാറിന്? ഓക്കെ, ആക്ച്വലി തലൈവർ സാറിൻ്റെ ഒരു പ്രസൻസ് നമുക്കൊരു ഗ്രേസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഞാൻ പല മൂവിയും സാറിൻ്റെ പെർഫോമൻസുകൾ കണ്ടിട്ടുണ്ട്. ഈവൻ പോലീസ് ഓഫീസറായിട്ടും മേജർ ജനറലൊക്കെ ആയിട്ടും അങ്ങനെയുള്ള പല പടങ്ങൾ കണ്ടു. നമ്മളെ സംബന്ധിച്ചൊരു വെസറ്റൈലായിട്ടുള്ള ഒരു ആക്ടറെ കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവിക്ക് ഒരു മൈലേജ് ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഓഫ് കോഴ്സ് അത് കറക്റ്റാണ് തന്നെ. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കാരണം നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് വെരി പങ്ക്ച്വൽ ആൻഡ് ഒരു ഡെഡിക്കേഷൻ ടു ദി വർക്ക്. അതെല്ലാം അദ്ദേഹത്തിൽ ഒരു ഇൻബോൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഗുണമാണ്. കാരണം സെറ്റുകളിലൊക്കെ പല പ്രശ്നങ്ങളും വരുമല്ലോ. നമുക്ക് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഫുൾ ടീമിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ നന്മയുള്ള കുറേ ആൾക്കാരുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സ്ട്രെയിൻ കുറയുന്ന കാര്യമാണ്. ആ കേസിൽ നോക്കുമ്പോൾ സാറിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് നന്നായിരുന്നു. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം ഈ മൂവിയിൽ ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്. ഷൈൻ ചേട്ടനുണ്ട്, തലൈവാസൽ വിജയ് സാറുണ്ട്. സാറിന് എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഈ കാസ്റ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പോയത്? കാസ്റ്റിംഗ് ഞാൻ ബിഗിനിങ്ങിൽ, അതായത് ഇനിഷ്യലി കാസ്റ്റിങ്ങിൽ ഞാൻ അധികം ഇൻവോൾവ് ചെയ്തില്ല. കാരണം എന്നെക്കാളും കൂടുതൽ പടങ്ങളെടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറെയും അതുപോലെ കൺട്രോളറെയും അതുപോലുള്ള ആളുകളെയാണ് ഞാൻ അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത്. കാസ്റ്റിംഗ് ഞാൻ ചില സജഷൻസ് പറഞ്ഞു. അപ്പോൾ എന്നോട് എപ്പോഴും ഡയറക്ടർ എപ്പോഴും ചോദിക്കും, ഓരോ ആളുകളെ സജസ്റ്റ് ചെയ്യുമ്പം ഇന്ന ആളെ വെക്കട്ടെ. ഞാൻ അപ്പോൾ തലൈവാസൽ സാറിന് വരുമ്പോൾ ഞാൻ അപ്പോൾ അന്നേരം എനിക്ക് ഭയങ്കര ഓർമ്മയാണ് ഈ തലൈവാസൽ സാറുമായിട്ട് എനിക്ക് പണ്ടൊരു ചെറിയ രീതിയിൽ കക്ഷി ഞങ്ങളങ്ങനെ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുഗപുരുഷന്റെ മൂവി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഞങ്ങൾ കണ്ണൂരുകാരാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഏരിയയിലായിരുന്നു. അപ്പം ബാബു ആന്റണി എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം അതിനകത്ത് ഒരു അയ്യങ്കാളിയായൊരു വേഷം ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന്, ഞങ്ങൾ കുറച്ച് ഫാമിലി ഫ്രണ്ടാണ് അത്. അദ്ദേഹം എന്നോട് എനിക്ക് ഓഫർ ചെയ്തതാണ് ഒരു വേഷം അതിനകത്ത്. അപ്പോൾ അന്ന് ഇപ്പോൾ എനിക്ക് ഞാൻ അന്നേരം അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് അല്ലായിരുന്നു ക്യാമറയുടെ മുമ്പിലേക്ക് പോകാനോ, അല്ലെങ്കിൽ അതൊരു എൻ്റെ ഒരു മേഖല അതല്ലായിരുന്നു. അപ്പം അന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു, ഒരു ഹലോ പറയാൻ. അന്ന് അങ്ങനെ സിദ്ദീഖ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മൂവിയുടെ സെറ്റ് കാണുന്നത്. അപ്പം അന്ന് അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവായിട്ട് കണ്ട ഒരു ഓർമ്മ കൂടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഷൈൻ്റെ ഈ നമ്മുടെ ഈ ജോണറിലുള്ള ഈ കാസ്റ്റിങ്ങിൻ്റെ ഇത് വന്നപ്പോൾ അപ്പം ഡയറക്ടറും കൃത്യമായിട്ട് പറഞ്ഞു, ഇത് നമുക്കിത് ഷൈൻ ടോൺ ചാക്കോ ചെയ്യുവാണെങ്കിൽ ഈ ക്യാരക്ടർ വളരെ നല്ല സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ആയിക്കോട്ടെ. അപ്പോൾ ഞാനതിനകത്ത് ഇവർക്ക് എല്ലാം ഫുൾ ഫ്രീഡം കൊടുക്കുമായിരുന്നു. പക്ഷേ നമ്മൾ കാസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞപ്പം എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിങ്ങിലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ്. എല്ലാവരും നല്ല എല്ലാം ചെയ്യേണ്ടത് അവരവരുടേതായ ക്യാരക്ടറെ അവർ വളരെ മനോഹരമായ രീതിയിൽ തന്നെ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ ഇപ്പം ഒരു ആസ് എ പ്രൊഡ്യൂസർ എനിക്കത് ഇപ്പം പ്രിവ്യൂ കണ്ടപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് വലിയ മാജിക് ഒന്നും കാണിച്ച് ഇപ്പം ഹോളിവുഡ് പടം പോലുള്ള മേക്കിങ്ങിലേക്കൊന്നും അങ്ങനെയൊന്നുള്ളതല്ല. നമ്മുടേതായ രീതിയിലുള്ളൊരു പടം വെച്ച് നോക്കുമ്പം അതിനകത്ത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. ഇപ്പം ഡയാനയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ലാംഗ്വേജ് ഒക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നോ, അതോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചുണ്ടായിരുന്നു. ഏറ്റവും ബിഗസ്റ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല. മലയാളം പറയാൻ പറ്റും, ഇങ്ങനെ കോൺവെർസേഷൻ കൊളോക്കിയൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ഒന്നും ഒരു കുഴപ്പമില്ല. അതിന് ഫ്ലുവന്റ്, വീട്ടിലൊക്കെ മലയാളം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ വായിക്കാനും എഴുതാനും, സോ സ്ക്രിപ്റ്റ് വരുമ്പം എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് റോമനൈസ്ഡ് വേർഷൻ ആക്കിയിട്ട് വേണം അത് പഠിക്കേണ്ടത്, ഗൂഗിൾ ട്രാൻസ്ലേറ്റിന്റെ മീനിങ്ങും. അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സെറ്റ് വന്നിട്ടൊരു ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ആരും ഓർത്തില്ല ഈ മലയാളം അത്രയും മൊത്തം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ് എല്ലാവരും ഓർത്തത്. അതൊരു ക്വസ്റ്റ്യൻ പോലും അല്ലായിരുന്നു. അതിനായിട്ടുള്ള ഡിറക്ഷൻസും ഈ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷനും ഓൺ ദ സ്പോട്ട് ചേഞ്ചസും ഒക്കെ അങ്ങനെ വന്നായിരുന്നു. പക്ഷെ എന്നിട്ട് ഡയറക്ടർ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അറിയുന്നത് ആക്ച്വലി കുറച്ച് എക്സ്പ്ലെയിൻ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള ഒരു എൻവയറമെന്റ് ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു. ആ ഇനീഷ്യൽ മിസ്കമ്മ്യൂണിക്കേഷൻ ആ ഇഷ്യൂ അല്ലാതെ. അല്ല, ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് ആണെങ്കിലും വേറെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇപ്പം ഇമോഷൻസ് ഒക്കെ അതുപോലെ കിട്ടാൻ അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഇത് ഓൾറെഡി മീനിങ് അറിഞ്ഞ് സംസാരിക്കുവാണെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോ ഡയാന കുറച്ച് 1-2 ദിവസത്തേക്കൊക്കെ
ഇത് ഡെലിവറൻസ് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിലും ടോട്ടലി അതിൻ്റെ മീനിങ് അതിൻ്റെ കോറിലേക്ക് പോകുന്നില്ലായിരുന്നു. പിന്നെ അത് എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്താണ് ഇത് സംഭവം ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ആക്ച്വലി ഷീസ് നോട്ട് നോയിങ്. പിന്നെ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഹർ ഇൻ ഇംഗ്ലീഷ്, then everything came well. പിന്നെ one more point, ഈ കഥയെന്ന് പറയുമ്പോൾ നമ്മളൊരു മോഡേൺ സ്റ്റൈൽ, ഇപ്പോഴത്തെ മോഡേൺ സെറ്റിംഗ് ഉള്ള മൂവീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഹാഫ് ഇംഗ്ലീഷും ഹാഫ് മലയാളവും ഒക്കെയാണ്. എനിക്ക് ഈ സിനിമ ഒക്കെ കാണുമ്പോൾ മൊത്തം മനസ്സിലാവാൻ പറ്റും. ഇതിപ്പോ ഒരു പഴയ ഒരു കഥയും ആയുർവേദത്തിന്റേതും എല്ലാം ഉള്ളത് കൊണ്ട് അതൊരു വളരെ ലൈക് സ്പെസിഫിക് ആയിട്ടുള്ള വാക്കുകളായതുകൊണ്ടാണ് അത്രയും ഉണ്ടായിരുന്നത്. സോ ഇങ്ങനത്തെ ഒരു മോഡേൺ സ്റ്റൈൽ റീസെന്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ ലൈക് ഡയലോഗും ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇതൊരു ലൈക്ക് സാർ ആയുർവേദത്തിനെയും ഫോക്കസും ഉണ്ട്, പഴയ സ്റ്റൈൽ ഒരു ഇതുള്ളത് കൊണ്ടാണ് അത്രയും ഒരു ഇഷ്യൂ വന്നത്. പാർശ്വഫലം സൈഡ് എഫക്ട്സ് എന്നൊക്കെയല്ലേ പറയുന്നത്. എന്നാൽ എന്താന്ന് സ്ക്രിപ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത് ആയുർവേദം ആകുമ്പോൾ അതിനധികം അലോപ്പതി പോലെ പാർശ്വഫലങ്ങളില്ലല്ലോ എന്നൊക്കെ, പാർശ്വഫലം എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളായിരുന്നു. അപ്പൊ അതിനെ മാറ്റി സൈഡ് എഫക്ട് ഒക്കെ ആക്കി കൊടുത്തു. സൈഡ് എഫക്ട്സ് അല്ലേ പറയുന്നത്? ഹർഷഫലം No, but when you say it in English, an Ayurveda doctor, when he says it in English, the authenticity will be less. That's the reason. സ്റ്റഡി ആയുർവേദം പഠിക്കുന്ന ഒരു മോഡേൺ കുട്ടിയാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും അല്ലേ. ഓക്കെ, ഇപ്പം സാറിലേക്ക് വരികയാണെങ്കിൽ സാറിന്റെ ഇപ്പം സാർ കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിന്റെ പാഷൻ ആണെന്ന് തോന്നുന്നു സാറിനെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സാറിന് ഏതൊരു മൊമെന്റിലാണ് ഇതാണ് എൻ്റെ എല്ലാം, മൂവിയാണ് എൻ്റെ എല്ലാം എന്നുള്ളൊരു ഫീല് വന്നു തുടങ്ങിയത് എപ്പോഴായിരുന്നു? ലൈക്ക് അത്രയും ഇൻവോൾവ് ആയി മൂവി ചെയ്ത് സീരിയസ് ആയിട്ട് മൂവി ചെയ്ത് തുടങ്ങിയത് സാറിന്റെ ഏതൊരു പോയിന്റിലായിരുന്നു? ദേവർ മകൻ. ഓക്കെ, That was in 92. 92. അതിന് മുൻപ് ഞാൻ വാക്യൂം മെഷീൻസ്, യുറേക്ക ഫോബ്സ്, ഐ ഡോണ്ട് നോ, പീപ്പിൾ ഹു ആർ 60 വിൽ നോ അബൌട്ട് ദറ്റ് മെഷീൻ. അതിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. ഒരു 6 മാസം വർക്ക് ചെയ്തു, പിടിച്ചിട്ടില്ല. പിന്നെ വെയിറ്റർ ആയിരുന്നു. അതും ഐ വാസ് വർക്കിംഗ് ഇൻ ഹൈദരാബാദ് ബഞ്ചാര. അത് ഒരു 1 year I was working. I didn't like that job. And then I worked in Apollo Hospitals as a marketing guy. അത് ഒരു 3-4 കൊല്ലം ചെയ്ത് പിന്നെ ഈ ഫിലിമിന്റെ ബ്രേക്ക് കിട്ടിയപ്പോ I said I'll try. I mean, there's nothing wrong in trying. Like, when was the last time you did it for the first time? Yes. I said, ഞാനും ട്രൈ ചെയ്യാം ഫിലിം. അപ്പോൾ ട്രൈ ചെയ്തു. ഫസ്റ്റ് ഫിലിം വളരെ ഹിറ്റായി, തലൈവാസൽ. സോ കമൽ സാർ തന്നെ ആ തലൈവാസൽ എന്റെ പേര് എന്റെ വിജയ്ക്ക് മുன்னாடி വെച്ചത്. സോ അപ്പവും എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഐ ക്യാൻ ബി സ്റ്റഡി. പിന്നെ ഒരു തേർഡ് ഫിലിം വാസ് ദേവർ മകൻ. കമൽ സാർ, പിന്നെ ഭരതൻ സാർ ഡയറക്ടർ, പിന്നെ രേവതി ആൻഡ് ഗൗതമി, PC ശ്രീറാം, ഇളയരാജ. ഇറ്റ് വാസ് എ വെരി ബിഗ് സ്റ്റാർ കാസ്റ്റ്. അത് ഫിലിം റിലീസായി നന്നായിട്ട് എനിക്ക് പേര് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഓക്കെ കോൺഫിഡൻസ് വന്നു. ശരി, നമുക്ക് ജോലിയെ റിസൈൻ ചെയ്തിട്ട് ഇവിടെ ഇരിക്കാം. So that was the first time. Okay. I'm a huge fan of Kamal sir. So can you share a memory with him? Kamal sir, yeah, a lot of memories. In fact, Mahanadi, one film, and he is a guy of perfection. I think I will say, in the industry, film, all the 24 crafts, full light, theriyunna oralengal Kamal sir. He eats cinema, he breathes cinema, he inhales and exhales cinema. ഞാൻ ഒരു 3-4 ഫിലിം വർക്ക് ചെയ്ത്. അപ്പോൾ സാറോടെ എപ്പോൾ പേസിയെങ്കിലും വിൽ ബി ടോക്കിംഗ് ഓൺലി അബൌട്ട് ഫിലിംസ്, നോട്ട് അബൌട്ട് എനിത്തിങ് എൽസ്. സോ കുറേ ഇൻസിഡൻറ്റ്സ് നടന്നിരുന്നു. അതിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് മഹാനദി. ഇറ്റ്സ് വൺ ഓഫ് വെരി ഗുഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാസ്. അതിൽ ഞാനൊരു എന്താ പറയും, കൂത്താടി, ഈ കയിറ് മേലെ നടക്കുമല്ലേ റോഡിലെല്ലാം, അത് അങ്ങനെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ കമൽ സാറുടെ മോണ് എന്നടുത്ത് വരും. പിന്നെ കൊച്ചിൻ അനിഫ സാർ തന്നെ അതിലെ വില്ലൻ, അവര് പിന്നെ മോഹൻ നട്രാജൻ. സോ ഫൈനാൻസ് കമ്പനി ആൻഡ് ദ സ്റ്റോറി ഗോസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ പുള്ളി എസ്കേപ്പായി എന്നടുത്ത് വരും. എന്റെ കൂടെ എന്റെ ജോലിയിൽ ഇങ്ങനെ അടിച്ച് മോനെ കയറുമേലിനട അയ്യ പയ്യ അങ്ങനെ ആയിട്ട് ഒരു സീക്വൻസ്.
അത് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഐ നോ ജിംനാസ്റ്റിക്സ്. ഐ ഫൊഗോട്ട് ദാറ്റ് ഐ നോ ജിംനാസ്റ്റിക്സ്. ഞാൻ ആ ക്യാരക്ടറിൽ ഫുള്ളായിട്ട് കറുപ്പായിടണമെന്ന് സലീം പറഞ്ഞു. സലീം തന്നെ ഇപ്പോ ഐ തിങ്ക് ഹി ഈസ് വിത്ത് ലാൽ സർ ഓർ ഐ ഡോണ്ട് നോ, ഹി വാസ് വിത്ത് കമൽ സർ. സോ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് എന്തായി പോയി എവ്രി വൺ സ്ട്രീറ്റ് ഡാൻസർ ആടുന്ന ആൾക്കാരെല്ലാം നോർത്ത് ഇന്ത്യൻസ് ഫെയർ ആയിട്ട് ഇരിക്കും മനു. പിന്നെ ஷாட்டுக்கு முன்பு சலீம் வந்து പറഞ്ഞു, சார் கமல் சார் சொன்னாரு நீங்க ஃபுல்லா பிளாக் ஆயிடும். I said why? இல்ல I don't know. You cannot go and ask a question to Kamal sir. I'm talking about that time. So I said, see everyone, கூட கூத்தாடுறவங்க எந்த பாரியா எல்லாம் ஒயிட் ஆயிட்டு இருக்கு, நான் எங்க நான் பிளாக் ஆயிட்டு இருக்கணும். சார் தெரியாது சார், if you see the film fully black it will be fully black. I was kind of pissed off. எதுக்கு இந்த மாதிரி பண்ணாரு அப்படி. I forgot it because I have to listen. He is the senior most and one of the legendary actors. I acted and അവിടെ போகும்பொழுது பையன் வந்து കമൽ സാർ അവിടെ ബ്രിഡ്ജിൽ വരുമ്പൊഴുത് ഇവിടെ ഞാൻ ചെയ്യുന്ന സർക്കസ് അവിടെ കാണുമ്പോൾ അതിൽ തന്നുடைய മോനെ കാണും. നെക്സ്റ്റ് ഷോട്ട് ക്ലോസപ്പ് വരുമ്പൊഴുത് മോനെ കാണുന്ന ഷോട്ട് കമൽ സാർ ഇവിടെ, മോൻ ഇവിടെ, ഞാൻ ഇവിടെ സർക്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഷോട്ട് കമൽ സാർ, അത് ഷോട്ട് കഴിഞ്ഞു. പിന്നെ കമൽ സാർ പറഞ്ഞു, വിജയ് can you stand upside down with your legs split? Standing in your hands, Right. can you split your legs? And can you hold it for 40 or 40 seconds to 1 minute? I said, yes sir, I'll try. പിന്നെ ഞാൻ നിന്നു ഇങ്ങനെ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് ലെഗ്സ് ഇൻ ഹാൻഡ്സ്, ക്യാമറ ഇവിടെ വെച്ച് ഞാൻ പറയുമ്പോൾ ആക്ഷൻ പറയുമ്പോൾ യു ഹാവ് ടു സ്പ്ലിറ്റ് ദ ലെഗ്സ് and the boy will be revealed there. That is, you can take it you can take it as a symbolic shot, you can a lot of meanings in it. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഡബിങ്ങിൽ പാക്കുമ്പോൾ തന്നെ தெரிஞ்சது எனக்கு കമൽ സാർ ഒരു ജീനിയസ്നെസ്. ഫിലിമിൽ കാണുമ്പോൾ ഞാൻ ബ്ലാക്ക് ആയിട്ട് ഇരുന്നല്ലേ, ഐ വാസ് ലുക്കിംഗ് സെപ്പറേറ്റ്ലി, മൈ പെർഫോമൻസ് വാസ് സെപ്പറേറ്റ്. ലൈക്ക് ദിസ് സോ മെനി ഇൻ ദേവർ മകൻ, ഇൻ മകളിർ മട്ടും ഞാനും നാഗേഷ് സാറും കോമ്പിനേഷനാണ്. ആദ്യം രാജ്കമൽ ഫിലിംസിൽ എന്നെ വിളിച്ച് പറഞ്ഞത്, വിജയ് യുവർ ബോഡി it's not under your control because you are drunk till here. Full fit ആണ്. പിന്നെ നാഗേഷ് സർ, he is a dead body, his body is in not control with him. Okay, so now you both have a fight. ബസ് സ്റ്റാൻഡിൽ ഒരു ഫൈറ്റ് ഉണ്ട്. Since you know gymnastics and Nagesh sir also is a very flexible, legendary actor. So you both speak to Vikram Dharma master, who was almost a regular big stunt master to Kamal sir. You both choreograph the fight and we'll do it. So this and all, it's not necessary for a person, because the director was Singidam Srinivasa Rao sir. Kamal sir used to come and personally give me the notes. So like this, lot of incidents. Vasool Raja MBBS, Devar Magan. അപ്പൊ നമ്മൾ പ്രൊട്ടക്ടറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്താണ് സാറിന് ഈ ഒരു മൂവി ചെയ്യാനായിട്ട് ഏറ്റവും ഹുക്ക് ചെയ്തൊരു ഫാക്ടർ എന്താണ്? മൂവിയുടെ ശരിക്കും നമ്മൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഇപ്പം സമകാലീനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് തോന്നി. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആയുർരേഖ എന്ന് പറഞ്ഞ പടം ഒരു ഡിറ്റക്റ്റീവ് മൂഡിലുള്ള സാധനം, ശ്രീനിവാസനും മുകേഷും അങ്ങനെയുള്ളവരൊക്കെ ഉള്ളപ്പോൾ അതിനുശേഷം ഓരോ സമയത്തും ഓരോ വെറൈറ്റി മൂവി ചെയ്യുക, ഫാമിലി ജോണർ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് അനുകൂലമായിട്ട് തോന്നിയുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പോയി. സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പം നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പ്രൊഡ്യൂസറുടെ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സുമായിട്ട് പോകുന്നതും കാര്യങ്ങൾ പറയുന്നതും എല്ലാം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ പ്രിവ്യൂ വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ നമ്മളുടെ ആ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറർ ജോണറിലുള്ള പടത്തിന് വേണ്ടുന്ന സീരിയസ് ആയിട്ടുള്ള ഹൊറർ അല്ലെങ്കിൽ പോലും കണ്ടിരിക്കത്തക്ക രീതിയിലുള്ള അത്യാവശ്യം പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. നമുക്ക് യൂഷ്വലി ഹൊറർ മൂവീസ് വരുമ്പോഴേ സ്ഥിരമുള്ള ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, പേഴ്സണൽ ഹൊറർ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും അതിനൊരു ആൻസർ പറയണം. എന്തെങ്കിലും പേഴ്സണൽ ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടോ? ഡയാനയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഒരു ചിരി. മലയാളത്തെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് മേബി എല്ലാരും ഇങ്ങനെ പറഞ്ഞു വെച്ച് ഇങ്ങനത്തെ അവിടുത്തെ ഷൂട്ടിന്റെ ഞങ്ങളിപ്പം പറയുമായിരുന്നു ആ രാത്രിക്കൊക്കെ ആരും ഒറ്റയ്ക്ക് പോകലാണ്. അത് ഈ കുഴപ്പമെന്ന് പറയുമ്പോ അവിടെ താമസം ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരൊരു ചെറിയൊരു കോണറിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അവിടെ തന്നെ they stay there. The rest of the
the entire mansion is like locked up and ഇങ്ങനെ പൂട്ടിയും ചില സാധനങ്ങളും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കോർണറിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു ക്രീപ്പി ഫീലിംഗ് ഉള്ള ഒരു സ്ഥലമാ. അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ആദ്യം പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കും ഇങ്ങനെ തന്നെ. അല്ല, അതിൽ കുറെ ഏരിയ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ അതിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് വരുന്നത്. ഒരു പ്ലസന്റ് ഫീലിംഗ് അല്ല നമുക്ക് വരിക. സം കൈൻഡ് ഓഫ് മിസ്റ്റീരിയസ് തിങ്സ് ആർ ദെയർ എന്നുള്ളൊരു ഫീലിംഗേ വരത്തുള്ളൂ. കാരണം കുറേ ഏരിയ സ്പ്രെഡ് ചെയ്തെടുക്കുക വീട്. അതും എല്ലാത്തിനും സ്ട്രക്ചർ പഴയ സ്ട്രക്ചറാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ചില മുറികളിലൊക്കെ തന്നെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ഭീതി തോന്നും. ആ സ്പോട്ടിൽ നമ്മൾ തന്നെയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എങ്ങനെയും അതൊക്കെ സ്കിപ്പ് ചെയ്ത് മാറാനേ തോന്നത്തുള്ളൂ. കാരണം സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു ഫീലിംഗ് വരും. അങ്ങനത്തെ ഒരു ഏരിയ അത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ബേസിലും ഇൻഹാബിറ്റൻസ് കുറവായിട്ടുള്ളത് കൊണ്ടും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഗ്രഹങ്ങൾക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഹൊറർ മൂഡുണ്ടല്ലോ. അതുകൊണ്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ തോന്നിയത്. സാറിന് എന്താ തോന്നുന്നത്? അല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അത് ഈ ഡയാന പറഞ്ഞതുപോലെ അതൊരു എനിക്ക് തോന്നുന്നൊരു 25,000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു അപ്രോക്സിമേറ്റ് ഉള്ളൊരു വീടാണ്. അതിനകത്ത് ഒത്തിരി റൂംസുകളുണ്ട്. അതിനകത്ത് അവിടെ ഒരു താമസക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു കിച്ചണും അതിനോട് ചേർന്ന ഒരു ബെഡ്റൂമും അതിൻ്റെ ഒരു ഇടനാഴി ഈ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. അവിടെ തന്നെ നമുക്ക് എന്തോ ഒരു സസ്പിഷൻ അവിടെ തോന്നും. എന്തുകൊണ്ടാണ് അവർ എന്തുകൊണ്ടാണ് അവർ അങ്ങോട്ടൊന്നും പോകാത്തത്? അപ്പം അവർ അതെല്ലാം അടച്ചു. അപ്പം നമ്മൾ ഈ മറ്റേ മണിച്ചിത്രത്താഴ് പോലുള്ള ഈ ഹൊറർ മൂവികൾ കാണുന്ന ഈ ഹോണ്ടഡ് ഹൗസ് എന്നൊക്കെ പറഞ്ഞുള്ള ഹൗസിന്റെ ഒരു ഫീലിംഗ് നമുക്ക്, അതായത് ലൊക്കേറ്റഡ് ഇൻ എ റിമോട്ട് ഏരിയ, സബ്ജക്ട് ഇങ്ങനെ സബ്ജക്ട് ഇത്. പിന്നെ അതിന്റെ കൂട്ടത്തില് ഈ അടുത്തൊന്നും അങ്ങനെ തൊട്ടടുത്ത് വീടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാണാനൊന്നും ഇല്ല. പിന്നെ ഞങ്ങളുടെ ഷൂട്ടിങ്ങൾ കൂടുതൽ രാത്രിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് അപ്പുറത്ത് ഈ പട്ടികളുടെ ഒരു ശബ്ദവും പാവലിന്റെ ശബ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹൊറർ ഫീലിംഗ് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളാരും തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ റൂമുകളിൽ കൂടെ ഒന്നും സഞ്ചരിക്കാറില്ല. എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ക്രീപ്പി ഫീലിംഗ് അവിടെ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. അതിനകത്ത് വിശ്വാസം ഉണ്ടോ ഇല്ലെന്നുള്ളത് വേറൊരു വശം. അവര് സെപ്പറേറ്റ് താമസിക്കുന്നതന്നെ ഞങ്ങളത് അനുഭവിക്കാൻ തയ്യാറല്ല, ബാക്കി നിങ്ങൾ അനുഭവിച്ചോ എന്നുള്ളൊരു രീതിയിൽ അവര് നേരത്തെ റോബിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ചായ്പും അല്ലെങ്കിൽ ഒരു കിച്ചൺ എന്നുള്ള രീതിയിൽ മാത്രം ഒക്കിപ്പോ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ വീടിന്റെ അതിന്റെ ഓണേഴ്സ് താമസിക്കുന്നത് വളരെ കുറഞ്ഞ ഒരു ഏരിയയിലായിട്ട് പുറത്തേക്ക് ആക്സസ് ഉള്ള സ്ഥലവും അവിടെ രക്ഷപ്പെടാൻ ആക്സസ് ഉള്ള സ്ഥലം. ഓക്കെ. ഇപ്പം സാറിനെ നോക്കുകയാണെങ്കിൽ സാർ ഇപ്പൊ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇതുപോലെ ഹൊറർ സബ്ജക്റ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന് ഈ സ്പെസിഫിക് മൂവിയിൽ അല്ലാതെ തന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല മോളെ. ഈ മൂവി പ്രോബബ്ലി ഞാൻ ഫസ്റ്റ് ടൈം ഈ വീട്ടിക്ക് വന്നിരുന്നെങ്കിൽ ഞാനും പേടിച്ചു പോയിരിക്കും. പക്ഷെ ഞാൻ VKP-യുടെ കർമ്മയോഗി ഫിലിം ഒരു 7-8 years back സെയിം ഹൗസ് വി ഷോട്ട്. അപ്പൊ പേടിച്ചു പോയി ഞാൻ. അതിനുശേഷം അത് കാരണമല്ല, പക്ഷെ എന്റെ ഷൂട്ടിംഗ് എല്ലാം ഡേയിലായിരുന്നു, നൈറ്റിലില്ല. താങ്ക് യു. നേരത്തെ പറഞ്ഞായിരുന്നോ നൈറ്റിൽ പറ്റുമല്ലെന്ന്? ഇറ്റ്സ് നോട്ട് ഈസി. ദാറ്റ് ഹൗസ്, if anyone goes in the night without what you call any escort or anything, right, whoever it is, because it's infected with snakes. Snakes kore undu. Yeah, I saw it last time when I came. Good thing you're saying this now. അല്ല, സ്നേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സർപ്പക്കാവും ഒക്കെ ഉണ്ട്. അതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. So other beyond that, അങ്ങനെ I don't have any. No. ഇല്ല. Haunted feeling ഇരിക്കുന്ന സ്ഥലം ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രസ്റ്റ് ഉണ്ടോ? ഇങ്ങനെ നെഗറ്റീവ് എനർജി, പ്രേതം, ഗോസ്റ്റ്, ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. ഇല്ല. എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് കാണുന്നു അല്ലാതെ. She's asking, really, do you have belief undo? Believe in ghosts and all? No, I don't. No, there's always a negativity and positivity is there. Right. Energy. Energy. If you want to call it ghost, well, let it be. പ്രേതം ഉണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറയാനും പറ്റുമല്ലോ. മേ ബി there is. ഇത് ശരിക്കും പ്രേതകഥയാണോ അല്ലെങ്കിൽ? അല്ല, ഇത് അങ്ങനെ പ്രേതകഥയല്ല, ഇൻസിഡൻസിനെ ബേസ് ചെയ്തുള്ള ഒരു സംഭവമാണ്. ഓക്കെ.
മിസ്റ്ററി ആയിട്ടുള്ള ഹാപ്പൻഡ് ഇൻ ദ മന എന്നുള്ളതിനെ ബേസ് ചെയ്തുള്ളൊരു ഒരു ഹൊറർ മൂഡിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാധനം. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത് ഇത്രയും ഈ ഹോണ്ടഡ് ആയിട്ടുള്ള? അല്ല, അതെന്നു വെച്ചാൽ നമ്മളിതിന് അനുയോജ്യമായ ഒരു സംഭവം പലയിടത്തും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേ ഈ സംഭവം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പെർ ഡേ 40,000 റുപ്പീസ് കൊടുത്തിട്ടാണ് ഈ വീട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പെർ ഡേ 40,000 റുപ്പീസാണ് അതിൻ്റെ റെൻറ്റ്. അപ്പോൾ നമ്മൾ അത്രയും ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ കാര്യം നമുക്കത് വർത്താണെന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് ചില കേസിൽ അന്ന് ഒരു ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ അവിടെ അന്ന് ഒരു ചെറിയ ആൾക്കാരെല്ലാം അവിടെ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ ഈവൻ ഞാൻ തന്നെയായി ഒരു ഏരിയയിൽ. അപ്പോൾ ഈവൻ അന്നേരം ഞാൻ തന്നെ ഒരു ഇൻസെക്യൂർ ഫീലിങ്ങിലായിപ്പോയി. കാരണം എന്തോ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. കാരണം ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം പോയിട്ട് പിന്നെ കുറച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പോകാനുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കാമെന്നുള്ളൊരവസ്ഥയിലുള്ള ഒരു മൂഡിലേക്ക് ആ വീട് മാറുകയാണ്. പിന്നെ നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ കാലം മുമ്പ് മുതലേ ഇത് അത്രയും വലിയ സ്ട്രക്ചറായിട്ട് നിൽക്കുന്നതാണ്. പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും, എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ആൾക്കാർ പറഞ്ഞും കേട്ടിട്ടുണ്ട്. കാരണം അവിടുന്ന് അതിൻ്റെ പ്രമൈസസിൽ പോയി നമ്മൾ തന്നെ നിൽക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗേറ്റ് ഏരിയയിൽ പോയി നമ്മൾ തന്നെ നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബിൽഡിംഗ് ഇറ്റ് സെൽഫ് ഈസ് എ ഹൊറർ സ്റ്റഫാണ്. ആക്ടിവിറ്റീസ് ഈസ് അനദർ വൺ. അപ്പം അതാണ് അതിൻ്റെ ഡെപ്ത് കൂട്ടുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം സാറിനെ നോക്കുകയാണെങ്കിൽ സാർ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, അങ്ങനെ മാറി മാറി ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സാർ എങ്ങനെയാണ് ഈ ലാംഗ്വേജസ് ഒരു ബാരിയർ ആയിട്ട് എപ്പോഴെങ്കിലും സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോ ഡയാന പറഞ്ഞതുപോലെ എനിക്ക് ആദ്യം മലയാളത്തിൽ വരുമ്പോഴത് ഐ ഡോണ്ട് നോ ദ മീനിങ്, ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്ത് ചെയ്യും, അസിസ്റ്റന്റ് ഡയറക്ടറുടെ അടുത്ത് ചെന്ന് ഓരോരോ വേർഡിന്റെ മീനിങ് എന്താണ് മനസ്സിലാക്കി പിന്നെ അത് ഞാൻ തമിഴിൽ ഇംഗ്ലീഷിൽ എഴുതി പുള്ളിയെടുത്ത് ഞാൻ ആ ഡയലോഗ് പറയാം. സോ പുള്ളി പറയുമ്പോൾ ആ എക്സ്പ്രഷൻ ഞാൻ കാണും. എന്തെങ്കിൽ ദ എക്സ്പ്രഷൻസ് ഡിഫർ ഫ്രം റീജൻ ടു റീജൻ. ഇവിടെ മലയാളത്തിലെ കുട്ടികളെടുത്ത് ചെന്ന് മോളെ കഴിച്ചോ അങ്ങനെ പറയും. They don't speak more. தமிழ்ல நீங்க கேட்டீங்கன்னா சாப்பிட்டியாமான்னா இல்ல சாப்பிடல அங்கிள், என்ன சாப்பாடு ரெடி ஆகல அங்கிள், அம்மா வெளியே போயிருக்காங்க தெலுங்குல. So like that, these small things I have to observe, and definitely most of the assistant directors, associate directors are the people who help me. ഞാൻ ഇവിടെ ഒരു I am able to speak Malayalam, it's because of them. Otherwise, language is not an issue. You can learn the language. Only thing is the body language and the expressions differ from region to region. That it will take little time. That you get it by observing. You see, when you see things, you will know how it happens and what they react, how they react. ഒരു മലയാളം ഫിലിം ഇവിടെ ചെയ്യുമ്പോഴത് ഞാൻ ഇവിടെ ഹൈദരാബാദിലിരുന്ന് വന്നു. ഹൈദരാബാദിൽ ഒരു തെലുങ്ക് ഫിലിം ചെയ്തിട്ട് തെലുങ്ക് ഫിലിം മുടിച്ച് നൈറ്റ് മുടിച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ കെയിം ഡൗൺ ടു ട്രിവാൻഡ്രം ഐ തിങ്ക്. വന്ന് അവിടെ ചെയ്യുമ്പോഴത് പിന്നെ ഡയറക്ടർ പറഞ്ഞു, ഐ വോണ്ട് സേ ദ നെയിം ഓഫ് ദ ഡയറക്ടർ, സാറേ അങ്ങനെ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല സർ. സർ ഇത് മലയാളമാണ്, നിങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വരുന്നുണ്ടല്ലേ. No, I am not complaining that there it is different. The expression of Telugu people is different. Yeah. The same expression in Malayalam, it's different. The emotions vary. നമുക്ക് അത് കുറച്ച് കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ കുഴപ്പമൊന്നുമല്ല. അതാണ് നമ്മളിപ്പം തെലുഗു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലി ഹൈ ആയിട്ട് നിൽക്കുന്ന. They like it like that. I mean, their everyday life, they are like that. നമുക്ക് പണ്ട് കാലത്ത് ഒരു 25-30 വർഷം മുൻപ് അമ്മ ആരെങ്കിലും മരിച്ചു പോയെങ്കിലോ അയ്യോ ആ ഓ അഴുത് ഇവിടെ അടിച്ച് അഴുവല്ല. ഇപ്പൊ ഏത് ഫിലിമിൽ അങ്ങനെ ചെയ്യുന്നത്? That too, they do it, but one particular ഏരിയയിൽ റീജിയണൽ ബേസ്ഡ്. അപ്പൊ ഈ റീജിയൻസ് മാറിപ്പോ സാർ പറഞ്ഞ പോലെ ഹൈദരാബാദിൽ നിന്ന് വന്ന കേരളത്തിലൊരു മൂവി, ഇപ്പം അതൊരു ഹെക്ടിക് പ്രോസസ് ആയിട്ട് സാറിന് ഫീൽ ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? ലൈക്ക് ലാംഗ്വേജസ് റീജിയൻസ് മാറുന്നതനുസരിച്ച് ലാംഗ്വേജ് ഇല്ല. Because I come early, I go through the lines. If you are not going through the lines, then you had it. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇത് എന്റെ ജോലിയാണ്. Being an actor is my job. I have to pay my current bill, my EMI, everything from this only. I cannot goof up here.
ഇഫ് ഐ എം നോട്ട് ഡൂയിങ് വെൽ ഐ വിൽ നോട്ട് ഗെറ്റ് സ്ലീപ്പ്. അതിന്റെ ശേഷം ഞാൻ ചെയ്യുമ്പോഴത് ആ കാര്യം, ആ ഡയലോഗ്സ്, ആ സിറ്റുവേഷൻ എങ്ങനെ ചെയ്യണമെന്ന് 4-5 times I do the rehearsal with the assistant director. You have to do it. Because once it is out, once the film is out, you cannot say. ഇപ്പൊ പടം റിലീസ് ആകുന്ന പിൻപ് അത് ഞാൻ എക്സ്പ്രഷൻ ശരിയാ ചെയ്തിട്ടില്ല, എന്തെങ്കിലും എനിക്ക് മാണോ അത് ശരിയാ പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസർ എനിക്ക് ചായ കൊടുത്തിട്ടില്ല, എങ്ങനെ പറയും ഞാൻ? ചായ എനിക്ക് കൊടുത്തിട്ടില്ല, അതിന്റെ ശേഷം എന്റെ എക്സ്പ്രഷൻ മാറിപ്പോയി. നോ, there only you are seen. The director, the producer, the technicians, they are behind the camera. They express their views, their dreams, their thought, their process through the actors. Appo etra responsible position ani acting. All the actors, definitely they represent what all the other people behind the camera have in their mind. So that responsibility definitely will be there. Adu irukkumbol namakku tettu cheyan padilla. To the extent maximum namakku theriyunnavare we don't do, but sometimes it by mistake namakku ariyama namalku theriyama we might slip somewhere. And to correct it, the director is there. And sometimes even the director might miss it, because after all everyone are human being, alle അതെ. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഫിലിം ചിലപ്പോൾ പോവാതെ നമുക്ക് ഓക്കെ ഈ ഫിലിം ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ട് പോകുമ്പോൾ ഫിലിം പെരിയ ഹിറ്റാവും. അപ്പോ പറയും ഇത് എങ്ങനെ ചെയ്തു, പിന്നെ നമുക്ക് അപ്പൊ പറയണം ഞാൻ 10 ദിവസം ഹോംവർക്ക് ചെയ്തു, 8 ദിവസം അത് ചെയ്തു, ഇത് ചെയ്തു. സോ ഫിലിം ഇസ് ടോട്ടലി എ ഡിഫറെന്റ് വേൾഡ്. യു ഡു യുവർ വർക്ക് സിൻസിയർലി, ദ റെസ്റ്റ് ലീവ് ഇറ്റ് ടു ഗോഡ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഞാനൊക്കെ നമ്മളൊക്കെ ഒരു 2 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞ അയ്യോ വയ്യെന്ന് പറയും. സാറ് ഡിഫറെന്റ് സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എന്ത്. ഇല്ല മോളെ, it applies for everything. Correct me if I'm wrong. It applies for everyone. അതെ, അല്ല സാറിന്റെ ആ ഡെഡിക്കേഷൻ ആക്ച്വലി എല്ലാവരും, ഡെഡിക്കേഷൻ ടു ദ ജോബ്. യെസ്, അതൊരു പാഷനും വേണമല്ലോ, Passion. ഇൻട്രസ്റ്റും പാഷനും ഉണ്ടെങ്കിലേ. അതെ. Because today there are 1,000 people waiting to do my characters. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, സാറിന് അച്ഛൻ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് ഗേൾസിന്റെ അച്ഛനായിട്ട് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഇമോഷൻ ആ ക്യാരക്ടറിനോട് സാറ് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈവൻ ഇൻ ഗരുഡൻ ആ ഒരു ട്രോമറ്റൈസ്ഡ് സ്റ്റേജ് ഒക്കെ സാറ് കാണിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ, നമുക്കൊരു വിങ്ങൽ ഉണ്ടാക്കുന്ന പോലെ. അത് 1-2 മൂവീസിൽ സാറ് ലേഡി ക്യാരക്ടേഴ്സിന്റെ ഹീറോയിസിന്റെ ഫാദറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര കണക്റ്റഡ് ആവുന്നത് പോലെയും ഫീൽ ചെയ്തിട്ടുണ്ട്. സാറ് അത് സാറിന്റെ മകളോടുള്ളൊരു Same. I was about to say, എന്റെ മോള് 27 years old ആണ്. എനിക്ക് ഫിലിമിൽ ചെയ്യുമ്പോൾ the heroine also, the girl who also must be 25-26, I see like my daughter only. അപ്പൊ തന്നെ ട്രൂ എക്സ്പ്രഷൻ വരും. അതൊക്കെ ഓക്കെ കണക്ടിവിറ്റി വരണമെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് മുൻപ് ഒരു 1 hour or 2 hours. I'll tell you an example. There's a film called Morning Raga. ഷബനാസ്മി, ഞാൻ പിന്നെ നാസർ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് an English film, തെലുഗു ഇംഗ്ലീഷ് ഫിലിം. ഞാൻ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് കഴിച്ചിട്ട് വിജയവാഡ പോകുന്നു ട്രെയിനില്. അപ്പോ ഇത് ആയി കുറെ നാൾ. ഷബനാസ്മി അപ്പോ 5 national award winner, sitting MP. She has two police people with her at an escort. And her husband is this guy, Javed Akhtar. Kaifi Azmi is her father. What a family. അപ്പോ എനിക്ക് നൈറ്റ് ഞാൻ ട്രെയിനിൽ ഏറി ഉക്കാന്തിർക്ക് തൂക്കമേ വരില്ല. എനിക്ക് എന്തെങ്കിലും നമുക്ക് ഇവിടെ അംബിക, രാധ, പിന്നെ രേവതി എല്ലാം പരിചയമാണ് ആള്. നമുക്ക് എന്തെങ്കിലും പേസി വി കൻ ടോക്ക് ടു ദം ആൻഡ് ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ ഷബനാസ്മി ഐ ഹാവ് നെവർ സീൻ ഹർ ഓൾസോ. പിക്ചറിലെ കണ്ടു, അർത്തു, മണ്ടി, കുറെ ഫിലിംസ്. ഉറക്കം വന്നിട്ടില്ല. പിന്നെ നൈറ്റ് ഏരി രാവിലെ വിജയവാഡ ഇറങ്ങി ലൊക്കേഷൻ പോയി. ലൊക്കേഷനില് നോക്കിയെങ്കിൽ എന്റെ റൂം ഒരു 3 റൂം കഴിച്ചു പറ്റാ 2 കോൺസ്റ്റബിൾ ഉണ്ട്, എസ്കോട്ട്, ഷബനാസ്മി ഉള്ളതാണ്. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് രാജീവ് മേനോനാണ് ക്യാമറ. അതുക്ക് പിന്നെ രാജീവ് മേനോൻ പറഞ്ഞത് 12 o'clock will be your shot, you get ready and come. ലൊക്കേഷനിൽ പോയെങ്കിൽ ഇവിടെ പത്താ ഷബനാസ്മി is doing the role and I am her husband. It's a Telugu film. സരി അപ്പൊ പോയപ്പോ രാജീവ് പറഞ്ഞു, സരി വിൽ ഹാവ് ലഞ്ച് ആൻഡ് ദെൻ വിൽ ഗോ ഫോർ ദ യുവർ സീൻസ് എന്റെ അടുത്ത് പറഞ്ഞു, ശവന അടുത്തും പറഞ്ഞു. സോ ഷബനാസ്മി immediately what she told, you know, no Rajiv, I cannot work just like that with him. Today you don't shoot. Today both of us will sit and talk. We want to know each other.
Because a husband and wife scene is, it's not a simple chemistry. ഞാൻ വിജയ് പത്തി എനിക്ക് തെരിയണം, എൻ്റെ പത്തി വിജയ്ക്ക് തെരിയണം, നമുക്ക് പേശി ഇന്നിക്ക് ഈവനിങ് വിൽ ഫിനിഷ്, ടുമോറോ യു ഡു ദ ഷൂട്ട്. That is what, no? Before the shooting, the co-artist നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് ഒരു 2 hours സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരു കംഫർട്ട് സോൺ കിട്ടും. ആ കംഫർട്ട് സോൺ കിട്ടിയെങ്കിൽ നമുക്ക് പെർഫോമൻസ് ചെയ്തത് ரொம்ப ഈസി. ഇല്ല വേണ്ട നീ ഇങ്ങനെ ചെയ്യുമ്പോളെ അങ്ങനെ ഞാൻ പറയാൻ ഒരു ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇഫ് ഐ ഹാഡ് സ്പോക്കൺ ടു ഹർ ബിഫോർ, സ്ട്രെയിറ്റ് ആയിട്ട് ലൊക്കേഷനിൽ വന്ന് ഡയാന ഐ ഡു ലൈക്ക് ദിസ്, യു ഡു ദിസ്, ഷി വിൽ ഗെറ്റ് ഒഫൻഡഡ്. സർ ഇല്ല സർ ഞാൻ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യും, വരുമോ വരാതോ? So that comfort zone is very important, and that's what I do. Most of the people have asked, like, it's you connect with your children, you connect with the characters who play your children. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പല സെറ്റിലും ഇപ്പം പ്രസ് മീറ്റിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണെങ്കിൽ പോലും സാർ ഇപ്പൊ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഞങ്ങള് സീനിൽ മാത്രമേ ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി അറിയില്ല എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്, അല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയായി മാറി തുടങ്ങി. സാറിനത് ഇപ്പം സാർ ഇപ്പം ഇത്രയും ഇയർ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് സാറിന് ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ആർട്ടിസ്റ്റ് വരുന്നു, മൂവി ചെയ്യുന്നു, പോകുന്നു, ആ ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാറിനതൊരു. Appo there was no caravan, there was no vanity van. അതെ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും ഒരു മരത്തിന്റെ കീഴെ ഉட்கார்ந்து കഴിച്ചിട്ട് പിന്നെ ലേഡീസ് എവിടെയെങ്കിലും ഡ്രസ് ചെയ്യണമെങ്കിൽ വീട് എന്തെങ്കിലും இருக்கும். അതിപ്പോ മാറിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ ഇന്ററാക്ഷൻസും വളരെ ഇന്ററാക്ഷൻസ്. ഒരുമിച്ച് ഭക്ഷണം eating together. Now the problem is this Google has spoiled. ഓട്ടോമാറ്റിക്കലി ഫാമിലി ആയി മാറും. നേരം ഫാമിലി ആയി മാറും. നമുക്ക് സജഷൻസ് പറഞ്ഞെങ്കിലും അവർ വന്ന് ഓക്കെ സാർ ഇങ്ങനെ ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ everyone thinks they know everything because there is a Google. You have any doubt, Google ചെയ്തെങ്കിൽ അതുതാണ് അവങ്ങൾക്ക്. But the problem, I'll tell you what, when you read a novel, for example പൊന്നിയിൻ സെൽവൻ, മണി സർസ് പൊന്നിയിൻ സെൽവൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനത് ഒരു 10 കൊല്ലം മുൻപ് പഠിച്ചത്. ഇറ്റ്സ് വൺ ഓഫ് ദ വെരി ഹിറ്റ് നോവൽസ്. ആ നോവൽ പഠിക്കുമ്പോഴത് എന്റെ മൈൻഡിലെ ആ ഒരു സ്റ്റോറി, എന്റെ മൈൻഡിലെ വിഷ്വൽ വേറെയാണ്. ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഞാൻ പടം കണ്ടപ്പോ അതിലെ ബോബ് ആന്റണിക്ക് ഞാൻ തന്നെ വോയിസ് കൊടുത്തു, പൊന്നിയിൻ സെൽവൻ. അപ്പൊ പടം കണ്ടപ്പോ എനിക്ക് പടം നന്നായിട്ടുണ്ട്, പക്ഷെ എന്റെ ഇമാജിനേഷൻ ഒന്നുണ്ടല്ലേ, അതുക്ക് കിട്ടില്ല. അപ്പോ മണി സാർ ഓർ സ്വാസിനി ഐ തിങ്ക് അപ്പൊ ഒരിടത്ത് പറഞ്ഞു, ഈ ജനറേഷനുക്ക് കണക്ട് ആയെങ്കിൽ ഈ ഫിലിം വളരെ. ദാറ്റ് ഈസ് ദ റീസൺ യു ക്യാൻ സീ ഓൾഡ് പീപ്പിൾ ഹു ഹാവ് റെഡ് ദറ്റ് നോവൽ, അവരെ കാട്ടിലും ദറ്റ് പ്രസന്റ് ജനറേഷൻ ആ ഫിലിം ദേ സെലിബ്രേറ്റഡ് ഇറ്റ്. സി എൻഡ് ഓഫ് ദ ഡേ ഫിലിം വി ആർ മേക്കിംഗ്. Why we are making film? We want to make money. At the same time, to get a producer like this and a director like this. Did you notice one thing when they both spoke about the film? I want to make a movie where it does not hurt others. No politics. No digging politics or no hidden politics. No caste greed. I want this He movie. clearly said it. It's an art. How many people you can see like that today? Number one. And number two, I will make a horror movie தியேட்டர்ல இருந்து எல்லாம் வெளியே போனோம், அங்கனாயிட்டு ஒரு ஹாரர் அந்த மாதிரி இல்ல, குட்டிகளோட ஃபேமிலியோட வந்து காணணும். Did you find the difference? Yes. See, that is the USP of this film. That is the USP of this film. That's what I think. I don't know, correct me if I'm wrong. Yes. Definitely. നല്ലൊരു വിലയിരുത്തലാണത്. അതെ. അതാണ് ശരിക്കും സാറ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് വായിച്ചിട്ട് പറയുന്നത്. Because we are more responsible, Mole. അതെ. As an actor, as a director, as a producer, we are responsible. നമ്മളുടെ ഫിലിം കണ്ട് നമ്മളുடைய പടത്തിലെ ഏത് വരുന്ന കണ്ട് തന്നെ സൊസൈറ്റി, അത് ഒരു പെരിയ ആർഗ്യുമെന്റ് ആണ്. സൊസൈറ്റിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തെ എടുത്ത് നമുക്ക് പടം എടുക്കും, അത് ഒന്ന്. ഇവിടെ ഇരിക്കുന്ന ഒരു പ്രോബ്ലം ഇല്ല ഒരു മെസ്സേജ് എടുത്തിട്ട് സൊസൈറ്റി പടം, ദിസ് ഇന്റർലിങ്ക്. But as far as possible, let us be good and give positive ideas and positive films. Yeah, definitely. That's all. No, Manu? Definitely. ഓക്കെ, അപ്പൊ എന്തായാലും ജൂൺ 13 നമ്മുടെ ദ പ്രൊട്ടക്ടർ മൂവി തിയേറ്ററിൽ എത്താണ്. ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഡയാന, നമുക്ക് അമേരിക്കയിൽ നിന്നൊരു മലയാളി നടിയെ കിട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് മൂവിയിൽ കാണാൻ സാധിക്കുമോ? നോക്കാം. മൂവി തന്നെയാണ് പാഷൻ.
പാഷൻ ആണ്, പക്ഷെ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് She likes. Occasionally, she will keep on asking questions. that's why I really like the ക്രാഫ്റ്റിനെ കുറിച്ച് Yeah. വിജയ് സാറ് പറഞ്ഞപ്പം എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെന്റാലിറ്റി, അതുകൊണ്ട് എനിക്ക് എല്ലാ ആസ്പെക്റ്റും ഈ കണ്ട് പഠിക്കാനായിട്ട് ഞാൻ രാവിലെ വരും. ആക്ച്വലി കുറച്ച് ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുണ്ട്, അതുകൊണ്ട് കുറച്ചൊരു എക്സ്പീരിയൻസ് കിട്ടി വന്നിട്ട് നമുക്ക് നോക്കാം. ഞാനും അതുപോലെ, എനിക്കിപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് വേണം എന്ന് വിചാരിക്കുന്നു. എക്സാക്ട്ലി, ചുമ്മാ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, പക്ഷെ അതെല്ലാം ഒരു പഠിച്ച എല്ലാ ആസ്പെക്റ്റും ഒന്നൊരു പാഷനായിട്ട് മാറ്റിയെടുക്കാം. പക്ഷെ ഒരു ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം. സോ നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ പ്രയത്നത്തിന്റെ റിസൾട്ട് June 13 തിയേറ്ററിൽ എത്തും. എന്തായാലും എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you for having us. Bless you.